ഇപ്പം നമ്മളുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. ലൈറ്റ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല രസമാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഒറിജിനൽ പെയിൻറ്റിങ് അണ്ടർ റിസ്റ്റോറേഷൻ. അതുകൊണ്ട് ഒറിജിനൽ പെയിൻറ്റിങ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഷെയ്ഖിൻ്റെ ബെഡ്റൂം എന്ന് പറയുന്നത്, ഫാമിലി ബെഡ്റൂം. പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇത് ഷെയ്ഖിൻ്റെ ഫാമിലി ബെഡ്റൂം. അവരുപയോഗിച്ച ബെഡ് അടിപൊളി. എവിടെയും ഗ്ലാസും കാര്യങ്ങളൊക്കെയാണുള്ളത്. അതുണ്ട്. അടിപൊളി. ഇത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുള്ളൊരു കാഴ്ചയാണിത്. ഇത് കണ്ടോ, സ്നേക്കിൻ്റെ സ്കിന്നാണ് ഇത്, ഒറിജിനൽ. ഇത് സംഭവം വന്നേക്കുന്നത് ആഫ്രിക്കയിൽ നിന്നാണ് പറയുന്നത്. നല്ല നീളം. ഇത് നമ്മുടെ വരുമ്പം ബനാക്കോണ്ട ടൈപ്പ് സാധനം. അടിപൊളി. അയ്യോ, ഒറിജിനലാണ്. ഓക്കെ. ഹോണ്ടഡ് പാലസ്. ഇതാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഹോണ്ടഡ് പാലസിൻ്റെ A brief history of Alkhara. നമുക്കിനി ബാക്കിയുള്ള സംഭവങ്ങൾ കാണാം. ഇതൊക്കെ इसका फैमिली बेडरूम, इसका म्यूजिक है, इसका जापान का. ഇത് ഫാമിലി ബെഡ്റൂമാണ് ഷെയ്ഖിൻ്റെ. ഈ കോനെ ഇത് എന്തോ ഒരു ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അടിപൊളി. ഇതൊക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്തോ സാധനങ്ങളാണ്. ये क्या है? कुछ आइडिया है? जापान का. ये सारे जापान का है? ഇവിടെ നിന്നുകൊണ്ട് മ്യൂസിക് ഒക്കെ വരുന്നുണ്ട്. എല്ലാം ഒരു ജപ്പാൻ തീമിലുണ്ടാക്കിയ സംഭവങ്ങളാണെന്ന് തോന്നുന്നു. എല്ലാം ഒരുപാട് ജപ്പാൻ ടൈപ്പ് സാധനങ്ങളുണ്ട്. ഇവിടെ എല്ലാം ഇരിക്കുന്നത് ഒരു പിക്ചർ, നല്ലതായിട്ട് വരച്ചൊരു പിക്ചർ. പഴയ ടൈപ്പ് TV ഇരിക്കുന്ന JVC. മ്യൂസിക്കൊക്കെ വരുന്നതൊക്കെ ഒരു പേടിപ്പെടുത്തുന്ന സോങ്ങാണ് കേട്ടോ. ഒരുപാട് പിക്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ये भी एक ये भी ഇത് ഒരു ഫാമിലി ബെഡ്റൂം ആണ്. फैमिली बेडरूम 10 फैमिली बेडरूम. ओ इसका 30 बेडरूम. इसका बेटा, इसका शेक ये है, शेक है.
Before Sheikh Abdul Aziz bin Hamid Al Qasmi, yeah. Palace on Nawab Mr. Tariq Ahmed Ali Al Shawani Al Naimi Rasul Khaimah Police Minister. ഓ ഓക്കെ. ഷെയ്ക്കിൻ്റെ കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത്. ഇതാണ് പിക്ചർ. ഒരു രക്ഷയില്ലാത്ത ലൈറ്റൊക്കെയാണ്, ഭയങ്കര യുണീക്ക് സ്റ്റൈലിലുള്ള സംഭവങ്ങൾ. ഇതൊരു ഫാമിലി ബെഡ്റൂമാണെന്നാണ് പറഞ്ഞത്. इधर बेडरूम है? ये ऊपर पूरा हाँ, ये इंडिया का शिव है. ആ ഇത് ഇന്ത്യ എന്നുള്ളതെന്നാണ് പറഞ്ഞത് കേട്ടോ. അതെ, ശിവനും പാർവതി ഇരിക്കുന്ന ഇത് മഹാഭാരതത്തിൻ്റെ ഉള്ളതാണ്. അല്ല, ഇതും ഒരു ബെഡ്റൂം. ഇതല്ല ഈ കാണുന്നത്. ഇത് ചെറിയൊരു വിൻഡോ പോലെ ഔട്ട് സൈഡിലേക്ക് നോക്കും. ഇതൊരു ബെഡ്റൂം. ഓരോ ബെഡ്റൂമിലും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഈ ബാത്റൂമേ? ये वॉशरूम. ആ ഓക്കെ. इसका शेख फैमिली बेड. ഇതും ഇത് എ ബി ഇന്ത്യ से है शायद, है ना? इसका शेख फैमिली बेडरूम है. इसका शेख का बिगर है. ഓക്കെ. ഇതും ഒരു ഫാമിലി ബെഡ്റൂം. ഇത് പഴയ ഒരു ക്യാസറ്റൊക്കെ ഇരിക്കുന്നു. ഇത് അവരെങ്ങാണ്ട് ഉപയോഗിച്ച ഡ്രസ്സാണെന്ന് പറയുന്നു. വേണ്ടേ, ഒരു ഗംഗാരും ഗംഗാരും കുഞ്ഞും. എല്ലാ ഷെൽഫിലും നിറച്ച് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒറിജിനലാണ് കേട്ടോ. इसका टाइगर स्किन है ओरिजिनल. ये ओरिजिनल है ना? ये भी एक बेडरूम है. एक फैमिली बेडरूम. ഇതും മറ്റൊരു ബെഡ്റൂം. ടോട്ടൽ കിतना बेडरूम है? फैमिली बेडरूम 10 है. हाँ. ऑल बिल्डिंग 35 रूम. എൻ്റെ മുന്നേ മൊത്തം ബിൽഡിങ്ങിൽ 35 ബെഡ്റൂം ഉണ്ടെന്നാണ് പറഞ്ഞത്. 4 floor. ഓക്കെ. इसका वॉशरूम. വാഷ്റൂമിനകത്തൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ വെച്ചു. ഇതൊക്കെ രാത്രി കണ്ട പേടിച്ചു പോലോ. ഡ്രസ്സിങ് ടേബിൾ, റോയൽ ഡ്രസ്സിങ് ടേബിൾ. इसका बालकनी. നമ്മൾ അപ്പുറത്ത് കണ്ട പോലെ തന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്.
വളരെ വിശാലമായൊരു ബാൽക്കണി. ഇതാണ് ഫ്രണ്ട് വശം. और भी फ्लोर है ऊपर? ऊपर एक है, ऊपर है। ये भी बेडरूम है? नहीं, इसका मास्टर बेडरूम। ഇതാണ് ഇവരുടെ ഷെയ്ഖിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. इसका AC 35 साल का इधर से पूरा नाला AC। ഇത് സംഭവം ഇതിങ്ങനെ എടുത്ത് വലിച്ചു കഴിഞ്ഞാൽ ഇത് സ്റ്റൂളായി. അടിപൊളി, കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് അതിനകത്ത് കയറിയിരുന്നു. ഈയൊക്കെയാ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. ഇവിടെയാണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ऊपर जाएगा, कहाँ जाएगा? ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ കണ്ട് അടുത്ത് ഇനിയിപ്പം നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവുകയാണ്. വാളിലൊക്കെ ഇഷ്ടംപോലെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് കേട്ടോ, അടിപൊളി. ഇവിടെയും കുറേ ഫോട്ടോസുണ്ട്. ഇവിടെ വേറൊരു ഫോട്ടോ. നമ്മളെ കയറി വരുമ്പോഴേക്കും സ്വാഗതം ചെയ്യാനായിട്ട് രണ്ടുപേരും ഇവിടെ ഉണ്ട്. ഇത് इधर तो एसी नहीं है? नहीं, वो बहुत गर्मी है. इसका नया AC लगाया। ये ओरिजिनल है? इसका ओरिजिनल ഇത് കണ്ടോ? ഇത് ഇതൊരു ഈ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ ഇതൊരു എന്താണ് ഏൻഷ്യൻ കാലഘട്ടത്തിലുള്ള സംഭവങ്ങളാണ്. ഈ സാധനം ശരിക്കും ഒറിജിനൽ സംഭവമാണ്. അവിടെ ഒറിജിനൽ സാധനമാണ്. ഏജോ इसका नया लगाया, नहीं लगाया कौन सा? इसका नया। हाँ, ये नया है ना? चालू है। हाँ हाँ, ഒരു ഡിഫറെൻ്റ് ആയിട്ട് നല്ല ഹൈറ്റിലുള്ള ഒരാൾ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഇവിടെ ഇങ്ങനെ എനിക്കാണ് ഏറ്റവും ടോപ്പിൽ എല്ലാവരും മീറ്റ് ചെയ്യുന്ന പ്ലേസാണെന്ന് തോന്നുന്നു. കാരണം അതുപോലെ ചെയറൊക്കെ അറേഞ്ച് ചെയ്ത് അത് ഹുക്ക വലിക്കുന്ന സംഭവമാണ്. സംഭവം ഒറിജിനൽ സാധനമാണ്. ये क्या है? हुक्का है? ये इसका शीशा। शीशा, हाँ वही है. ഇതൊരു മീറ്റിംഗ് റൂമാണ്. വളരെ വിശാലമായ
മേളിൽ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ളൊരു മീറ്റിംഗ് റൂം. ഇപ്പോൾ ഹോണ്ടഡ് ഹൗസ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതാണ് അതിൻ്റെ വിസിറ്റിംഗ് ടൈം. പിന്നെ സിംഗിൾ ടിക്കറ്റിന് 75 per person ആണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇനി അവരുടെ പ്രോജക്റ്റുകളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അവർ കഫേ ഹോട്ടലെല്ലാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ വരുന്ന ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഓപ്പണിംഗ്. അപ്പോൾ നമ്മൾ ഹോണ്ടഡ് ഹൗസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. എൻ്റെ കൂടെ വേറെ ആരുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ ഇടുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ലവ് യു ഓൾ. ബൈ ബൈ.